ഹായ് നമസ്കാരം എല്ലാവർക്കും ദ എക്കണോമിക് മെന്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ കൊണ്ടുവരാറുണ്ട് ഇല്ലേ. അതിപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ റോഡ്, നാഷണൽ ഹൈവേസ്, പിന്നെ നമ്മുടെ രാജ്യത്തെ ബ്രിഡ്ജസ്, പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാറുണ്ട്. ഹെൽത്ത് കെയർ സംവിധാനം ആയിക്കോട്ടെ, ഇപ്പോൾ ഹോസ്പിറ്റൽസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു വാക്സിന്റെ നിർമ്മാണം ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിൽ പല മേഖലകളിലായിട്ട് നമ്മളുടെ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര കോടി രൂപ ഗവൺമെന്റ് മാറ്റിവെക്കുന്നത്? ആരാണ് ആ തീരുമാനം എടുക്കുന്നത്? എങ്ങനെയാണ് ഈ പണമൊക്കെ ചെലവഴിക്കുന്നത്? ഏതൊക്കെ രംഗങ്ങളിൽ എത്രയൊക്കെ കോടി രൂപ ആയിരിക്കും ഗവൺമെന്റ് ചെലവാക്കുന്നത്? ഇതിന്റെ എല്ലാം അടിസ്ഥാനം എങ്ങനെയാണ്? ആര് പറഞ്ഞിട്ടാണ് ഇത്രയും ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഇത്തരത്തില് നമ്മളുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രേരകമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസിക്ക് പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ട ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണെന്ന് കാണാം. സോ ഇതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പം നമുക്കിനി അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ഫിസ്ക്കൽ പോളിസിയെ കുറിച്ച് ഒരു ഡെഫിനിഷൻ രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ പോളിസി ഡിസിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് കൺസേണിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ആൻഡ് പബ്ലിക് ബോറോയിങ്. അതായത് നമ്മുടെ ഫിസ്ക്കൽ പോളിസി നിൽക്കുന്നത് പ്രധാനമായിട്ട് 3 ഡയമെൻഷനിലാണ്. ഏതൊക്കെയാണ് 3 ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തത് ടാക്സേഷൻ, മൂന്നാമത്തത് പബ്ലിക് ബോറോയിങ്. ഇങ്ങനെ 3 ഡയമെൻഷനിലാണ് നമ്മുടെ ഫിസ്ക്കൽ പോളിസി നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നും എന്താണ് ടാക്സേഷൻ എന്നും എന്താണ് പബ്ലിക് ബോറോയിങ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഫിസ്ക്കൽ പോളിസി പ്രവർത്തിച്ചു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇറ്റ് ഇസ് എ മെക്കാനിസം ത്രൂ വിച്ച് ദ ഗവൺമെന്റ് അഡ്ജസ്റ്റ് ഇറ്റ്സ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ ലെവൽസ് ടു ഇൻഫ്ലുവൻസ് എ നേഷൻസ് ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റി. അതായത് ഇവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനകത്തും ടാക്സേഷനകത്തും പബ്ലിക് ബോറോയിങ്സിലും എന്ത് ചെയ്യുന്നു, പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടുത്തി നോക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾ പലയിടത്തുനിന്ന് കടം വാങ്ങാറുമുണ്ട് ഇല്ലേ. അപ്പൊ നമ്മുടെ ഒരു മാസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വരുമാനം അതനുസരിച്ച് നമ്മൾ ചെലവഴിക്കുന്നത്. അതേസമയം നമുക്കൊരു എമർജൻസി, നമുക്ക് പണം വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കടം വാങ്ങും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എക്സ്പെൻഡിച്ചർ സാധാരണ ഉണ്ടാകാറുണ്ട്, നമുക്കതുപോലെ ഇൻകം നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബോറോയിങ്സ് നടത്താറുണ്ട്. ഈ 3 കാര്യങ്ങളും പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ജീവിതം നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എന്ന് പറയുന്ന പോലെ ഗവൺമെന്റിനെ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ ടാക്സിലൂടെയുള്ള വരുമാനവും അല്ലെങ്കിൽ നമ്മൾ പൊതു ചെലവഴിക്കുന്നതും നമ്മൾ കടം വാങ്ങുന്നതും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒരു രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റൂ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ടാക്സേഷൻ, ആനുവൽ ബഡ്ജറ്റ്, വെൽഫെയർ മെഷർ, സബ്സിഡി, ഇൻവെസ്റ്റ്മെന്റ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് ബോറോയിങ് എക്സെട്ര. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിസ്ക്കൽ പോളിസിയിൽ നമ്മൾ ടാക്സേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതായത് നമ്മുടെ രാജ്യത്ത് നികുതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ടാക്സ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വെൽഫെയർ മെഷർ, നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം, അതുപോലെ സബ്സിഡി കൊടുക്കേണ്ടത് എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് നമ്മളുടെ രാജ്യത്തിന്റെ പണം, രാജ്യത്തെ പൈസ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതും ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ പേരിലുള്ള എന്തെങ്കിലും അസറ്റ് ഗവൺമെന്റിന്റെ ഏതെങ്കിലും അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിസിഷൻ എടുക്കുന്നതും നമ്മുടെ ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് മോർ ഓവർ
പബ്ലിക് ബോറോയിങ്, നമ്മൾ കടം വാങ്ങുന്നത് എങ്ങനെ, എത്ര രൂപ നമ്മൾ കടം വാങ്ങണം എന്ന് തീരുമാനിക്കുന്നതും ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബേസ് ആണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം. നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഡയഗ്രമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഫിസ്ക്കൽ പോളിസി പറയുന്നുണ്ട്, ടാക്സേഷൻ ഉണ്ട്, പബ്ലിക് ബോറോയിങ് ഉണ്ട്. ഓക്കെ, അതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടാക്സേഷൻ. ടാക്സേഷൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനമാണ്, ഗവൺമെന്റിന്റെ വരുമാനമാണ്. ആനുവൽ ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ രാജ്യത്തിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. അതും ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ വെൽഫെയർ മെഷർ, നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന സബ്സിഡി, നമ്മുടെ രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? നമ്മളുടെ ഫിസ്ക്കൽ പോളിസിയിലുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് മനസ്സിലായല്ലോ. ഇതൊരു പോളിസി ഡിസിഷൻ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്, സോഷ്യൽ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരണം, എത്ര ഫണ്ട് വിനിയോഗിക്കണം എന്നത് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് 3 ഡയമെൻഷനിലാണ് നമ്മുടെ ഫിസ്ക്കൽ പോളിസി നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് ടാക്സേഷൻ, അടുത്തത് പബ്ലിക് ബോറോയിങ്. ഇത് ഓരോന്ന് നമുക്ക് എന്താന്ന് പഠിക്കാം. ആദ്യമായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്താണ്? പൊതുചെലവ്. പൊതുചെലവ്, അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ചെലവ്, അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ ചെലവാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ സ്പെൻഡിങ് ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ് ഫോർ അച്ചീവിങ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതും നമ്മളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എക്കണോമിക്, നമ്മളുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം മുടക്കാറുണ്ട്, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ സാമ്പത്തിക വികസനത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെ നമ്മൾ 2 തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും മറ്റൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, രണ്ടും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയേ, ഇത് എക്സ്പെൻഡിച്ചർ ദാറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് അസറ്റ്, ഇറ്റ് ഈസ് റെക്കറിങ് ഇൻ നേച്ചർ. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ചെലവഴിക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഈ പണം ചെലവഴിക്കുന്നത് വഴി നമ്മുടെ രാജ്യത്ത് അസറ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ റോഡ് നമുക്കൊരു അസറ്റാണ്, അല്ലെ? നമ്മുടെ രാജ്യത്തെ ബ്രിഡ്ജ് നമുക്കൊരു അസറ്റാണ്, നമ്മുടെ രാജ്യത്തിന്റെ റെയിൽവേ നമുക്കൊരു അസറ്റാണ്, നമ്മുടെ രാജ്യത്തെ ബിൽഡിങ്ങുകൾ അസറ്റുകളാണ്, അല്ലേ? അപ്പം ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ട്, പക്ഷെ ആ മുടക്കുന്ന പണം കൊണ്ട് റോഡോ പാലമോ അല്ലെന്നുണ്ടെങ്കിൽ റെയിൽവേ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഇപ്പൊ പിന്നെ എന്തിനായിരിക്കും ഗവൺമെന്റ് പണം മുടക്കുന്നത്? അത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ മാസം തോറുമുള്ള അല്ലെങ്കിൽ ദിനം തോറുമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് റെക്കറിങ് ഇൻ നേച്ചർ. ഇത് റെക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം ഗവൺമെന്റ് ചെലവഴിക്കുന്നു, അടുത്ത മാസം ചെലവഴിക്കണം, ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം? ഈ പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സാലറീസ് ആൻഡ് പെൻഷൻസ്, അതായത് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൃത്യമായി കൊടുക്കണം. അതേസമയം അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ആ പെൻഷൻ ആണെങ്കിലും സാലറി ആണെങ്കിലും എല്ലാ മാസവും കൊടുക്കണം. സോ ഇറ്റ് ഈസ് റെക്കറിങ് ഇൻ നേച്ചർ. ഈ സാലറി കൊടുക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ നമ്മുടെ രാജ്യത്തിന്? ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ.
അതൊരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. റെക്കറിങ് ആയതുകൊണ്ട് നമ്മൾ അതിനെ റവന്യൂവിൽ പറയും. ഓക്കെ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റ് ഒരു ലോൺ എടുത്തു എന്ന് കരുതുക. അത് എക്സ്റ്റേണലി ആയിക്കോട്ടെ ഇന്റേണലി ആയിക്കോട്ടെ, വിദേശത്തു നിന്ന് കടമെടുത്താലും ശരി, നമ്മുടെ രാജ്യത്തെ ബാങ്കിൽ നിന്ന് കടമെടുത്താലും ശരി, എന്ത് ചെയ്യണം? എല്ലാ മാസവും അതിന് പലിശ കൊടുക്കണം. സോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റെക്കറിങ്. ആ കൊടുക്കുന്ന പലിശ കൊണ്ട് എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് റവന്യൂ. ആൻഡ് സബ്സിഡി, ഇപ്പൊ അഗ്രികൾച്ചർ സബ്സിഡി കൊടുക്കാറുണ്ട് ഇല്ലേ? കർഷകൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇത് റെക്കറിങ് ആണ്. ഇതിൽ നിന്നും ഗവൺമെന്റിന് അസറ്റ് ഒന്നുമില്ല. അതുപോലെ മെയിൻ്റനൻസ് എക്സ്പെൻസസ്, നമ്മുടെ രാജ്യത്ത് മെയിൻ്റനൻസിന് വേണ്ടി ചെലവഴിക്കുന്ന തുകകൾ, ഇതിലൊന്നും എന്ത് ചെയ്യുന്നില്ല? അസറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണ്? ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നോക്കാം. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ, എക്സ്പെൻഡിച്ചർ ദാറ്റ് ക്രിയേറ്റ് അസറ്റ്സ് ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുന്ന തുക. അതായത് ഒരു പാലം പദ്ധതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാലം പണിയുന്ന പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് 500 കോടി രൂപ നീക്കി വെക്കുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ? നമ്മുടെ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് 5000 കോടി രൂപ ഗവൺമെന്റും നീക്കി വെക്കുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബിക്കോസ് ഇതിൽ നിന്നെല്ലാം എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? അസറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോൺ റെക്കറിങ് ഇൻ നേച്ചർ. ഒരിക്കലും ഈ പണം എല്ലാ മാസവും ചെലവഴിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഒരു പാലം പണിയുന്നു, ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ് അല്ലേ? ഇറ്റ്സ് എ ലോങ് ടേം പ്രൊജക്ട്. നമ്മൾ ഇന്നൊരു പാലം പണിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം അടുത്ത പാലം ഇല്ല, അടുത്ത മാസം അല്ല, ചിലപ്പം ഒരു ലോങ് ടേം 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും എന്ത് വരുന്നത്? ഈ പാലം നമ്മൾ പണിയേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് ഈസ് നോട്ട് റെക്കറിങ് ഇൻ നേച്ചർ. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ, പവർ, ഡിഫൻസ് ക്യാപിറ്റൽ അസറ്റ്, ഇതൊക്കെ നിങ്ങൾ അറിയാം അല്ലേ? ഡിഫൻസ് ക്യാപിറ്റൽ, നമ്മുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വെപ്പൺസ് ആയിക്കോട്ടെ, ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ്സ്, എയർക്രാഫ്റ്റുകൾ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ലോൺസ് ടു സ്റ്റേറ്റ്സ് ഓർ PSU, അതായത് സംസ്ഥാനങ്ങൾക്കും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതായത് നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ലോൺ കൊടുക്കുന്നതും എന്താണ്? അതൊരു ക്യാപിറ്റൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം വൺസ് നമുക്കിത് തിരിച്ചു കിട്ടും. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ഫിസിക്കൽ പോളിസിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ, പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ 2 തരത്തിലുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെച്ചോണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു 3 ലിസ്റ്റ് തന്നിട്ട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലാത്തത്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, നമുക്ക് ടാക്സേഷനെ കുറിച്ച് നോക്കാം. ടാക്സേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അതായത് നമ്മുടെ രാജ്യത്ത് നികുതി സംവിധാനം, അതായത് എന്താ പറയുന്നത്, നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു റവന്യൂ ആണ്. ഓക്കെ, നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഒരു റവന്യൂ ആണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് ഡിസ്പോസബിൾ ഇൻകം, കൺസംഷൻ, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻ ദ എക്കണോമി. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് എന്ന് പറയുന്ന സിസ്റ്റം ഗവൺമെന്റിനെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് കൂടിക്കഴിഞ്ഞാലും ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ടാക്സ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്പോസബിൾ ഇൻകം കുറയും. ദാറ്റ് മീൻസ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് 10,000 രൂപയാണ് അയാളുടെ ശമ്പളം എന്ന് കരുതുക. അയാളുടെ ടാക്സ് കൊടുക്കുന്നത് എന്താ പറയുന്നത് 500 രൂപ ആണെന്ന് വിചാരിക്കുക. അതായത് 9,500 രൂപ എന്ന് പറയുന്നത് ഇയാളുടെ കയ്യിലുള്ള പൈസയാണ്. നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ഡിസ്പോസബിൾ ഇൻകം. അപ്പൊ ഈ 9,500 രൂപ കയ്യിലുള്ള ആള് ഈ പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ? കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, കുറെ പൈസ സേവ് ചെയ്യും, കുറെ പൈസ സ്പെൻഡ് ചെയ്യും ഇല്ലേ? അതായത് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ തന്നെ സേവിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് നമ്മുടെ എക്കണോമിയെ ശരിക്കും എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് നമ്മൾ നേരെ കൂട്ടുക എന്ന് വിചാരിച്ചു,
ഈ 500 എന്നുള്ള ടാക്സ് നമ്മൾ 1000 രൂപയാക്കിയെന്ന് വിചാരിക്കാം. അപ്പം അയാളുടെ കയ്യിൽ വരുന്ന ഡിസ്പോസിബിൾ ഇൻകം 9000 രൂപയാണ്. അപ്പൊ ഈ 9000 രൂപ മാത്രമേ സേവിങ്സിനാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കൺസംഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. നമ്മുടെ രാജ്യത്ത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പർച്ചേസോ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുന്നു. ഇവിടെ ടാക്സ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, ഇവിടെ ടാക്സ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ ടാക്സിന് നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നതിനകത്തൊരു ഫാക്ട് ഉണ്ട്. അത് നമുക്കിനി എന്താന്ന് നോക്കാം. ഓക്കെ, ബൈ അഡ്ജസ്റ്റിംഗ് ടാക്സ് റേറ്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദ ഗവൺമെന്റ് ക്യാൻ റെഗുലേറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. അത് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഗവൺമെന്റ് നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു. അതായത് അയാളുടെ കയ്യിൽ വരുന്ന, അതായത് മൊത്തം ശമ്പളത്തിനകത്തുനിന്ന് ടാക്സ് കൊടുക്കുന്നു. ടാക്സ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്പോസിബിൾ ഇൻകം. ടാക്സ് കുറയ്ക്കുമ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടും. അതായത് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അയാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യും. കൺസംഷൻ കൂടും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇറ്റ് സ്റ്റിമുലേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് എസ്പെഷ്യലി ഡ്യൂറിങ് ദ പീരീഡ്സ് ഓഫ് സ്ലോ ഡൗൺ. അതായത് നമ്മളുടെ എക്കണോമി ഭയങ്കര സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ടാക്സ് അങ്ങ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടും. അപ്പോൾ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ പർച്ചേസ് നടത്തും, നമ്മളുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യും. സോ ടാക്സേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫിസ്ക്കൽ പോളിസിയാണ്. ഇതേ കാര്യം നേരെ തിരിച്ചും ചെയ്യും. അതായത് നമ്മളൊരു ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ അത് ഡിമാൻഡൊക്കെ എന്താ വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ പണം ഇങ്ങനെ കൂടി നിൽക്കുക, പണപ്പെരുപ്പം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ടാക്സ് അങ്ങ് കൂട്ടും. അതായത് ഇപ്പം 500 ടാക്സ് വാങ്ങിച്ച സ്ഥലത്ത് നേരെ എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യും, 1000 രൂപയാക്കും. അപ്പം 1000 രൂപ ടാക്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്പോസിബിൾ ഇൻകം കുറയും. കാരണം എന്താ? സാലറിയിൽ നിന്ന് ടാക്സ് കുറയ്ക്കുന്നതാണല്ലോ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അത് നേരത്തെ 9500 നിന്നത് ഇപ്പം 9000 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ചെലവഴിക്കാനുള്ള പൈസ കുറയും. അതായത് നമ്മുടെ സ്പെൻഡിങ് കുറയും, നമ്മളുടെ പർച്ചേസിംഗ് പവർ കുറയും. ഓക്കെ, അങ്ങനെ കുറഞ്ഞിട്ട് നമ്മളുടെ എക്സസീവ് ഡിമാൻഡും കുറയും. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡും കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൻഡ് ഇറ്റ് ഈസ് കൺട്രോളിങ് ഓർ ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആൻഡ് സ്റ്റെബിലൈസിങ് ദ എക്കണോമി ഡ്യൂറിങ് ദ ഓവർ ഹീറ്റിംഗ് ഫേസസ്. അതായത് നമ്മുടെ എക്കണോമി വളരെ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി വളരെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പോസ്റ്റ് കോവിഡ് പീരീഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പോസ്റ്റ് കോവിഡ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ പൈസ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ എക്കണോമി ഭയങ്കര സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ടാക്സ് അങ്ങ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. ആ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പർച്ചേസ് കൂടും. അപ്പം ഈ സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എക്കണോമി വലുതാവും. ഇപ്പൊ ബിസിനസിന്റെ കേസിൽ അങ്ങനെ ഗവൺമെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബിസിനസ്സുകൾ കൊടുക്കുന്ന പൈസ ടാക്സിന്റെ പേരാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയും. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ഈ കോർപ്പറേറ്റ് ടാക്സ് ഗവൺമെന്റ് അങ്ങ് റെഡ്യൂസ് ചെയ്യും. ഗവൺമെന്റ് പറയും നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് അതിന് 50% തന്നാൽ മതി എന്ന് പറയും. 50% തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും കൂടെ പ്രോഫിറ്റ് ആ കൂടുന്നത്, അല്ലെ? നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനകത്തൊന്നുമല്ല നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടും സ്വാഭാവികമായിട്ടും. അപ്പൊ പ്രോഫിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പം ലാഭം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നവർ അവരുടെ ബിസിനസ് വലുതാക്കും. ഇല്ല കുറച്ചുകൂടെ വലിയ മറ്റൊരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കുറച്ചുകൂടെ ബിഗ്ഗർ ആവും. മനസ്സിലാവുന്നുണ്ട്? ഇതൊരു ഫിസ്ക്കൽ പോളിസി ആണ്, ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞു പബ്ലിക് എക്സ്പെൻഡിച്ചർ, ദെൻ ടാക്സേഷൻ. ഇത് രണ്ടും നമ്മളുടെ എക്കണോമിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? അടുത്തതാണ് പബ്ലിക് ബോറോയിങ്. നമ്മൾ പൊതുവിൽ നിന്ന് കടം വാങ്ങുക എന്ന് പറയും. അതൊക്കെ രാജ്യം പൊതുവായിട്ട് കടം വാങ്ങുന്നതിനാണ് പബ്ലിക് ബോറോയിങ് എന്ന് പറയുന്നത്. സോ പബ്ലിക് ബോറോയിങ് റെഫേഴ്സ് ടു ദ ഫണ്ട് റേസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ദ പബ്ലിക്, ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ റിക്വയർമെന്റ്സ്. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്ത് പൊതു ചെലവിന് വേണ്ടിയിട്ട്, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ സാലറി കൊടുക്കണം, ഇങ്ങനെയുള്ളൊരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റ് പണം കടം വാങ്ങുന്നതിനാണ് പബ്ലിക് ബോറോയിങ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇന്റേണൽ ബോറോയിങ് ഉണ്ട്, എക്സ്റ്റേണൽ ബോറോയിങ് ഉണ്ട്.
ക്ലിയർ ആണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ പൊതു ചെലവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പബ്ലിക് ബോറോയിങ്. ഈ പബ്ലിക് ബോറോയിങ് എവിടെ നിന്നൊക്കെയാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വാങ്ങാറുണ്ട്, അതുപോലെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ട്, നമ്മുടെ പബ്ലിക്കിൽ നിന്ന് വാങ്ങാറുണ്ട്, ബാങ്കിൽ നിന്ന് വാങ്ങാറുണ്ട്, മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ട്. കൂടാതെ എക്സ്റ്റേണൽ സോഴ്സസ്, അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള പല സോഴ്സുകളിൽ നിന്നും ഗവൺമെന്റ് കടം വാങ്ങാറുണ്ട്. ഇതിനാണ് പബ്ലിക് ബോറോയിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ രണ്ട് തരത്തിലുണ്ട്. അത് ഇന്റേണൽ ബോറോയിങ്, എക്സ്റ്റേണൽ ബോറോയിങ്. സിമ്പിൾ അല്ലേ? ഇന്റേണൽ ബോറോയിങ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ബോറോയിങ് ഫ്രം ഡൊമസ്റ്റിക് സോഴ്സസ്, അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള സോഴ്സുകളിൽ നിന്നും ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇന്റേണൽ ബോറോയിങ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ലോൺസ്, ബോറോയിങ് ഫ്രം RBI, സ്മോൾ സേവിങ്സ്, പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ? മാർക്കറ്റ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റുക, അത് ട്രഷറി ബില്ല്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് പണം കണ്ടെത്തുന്നു. ഇപ്പൊ ട്രഷറി ബില്ല് ഗവൺമെന്റ് പുറത്തിറക്കും. അപ്പം ആർക്ക് വേണമെങ്കിൽ ട്രഷറി ബില്ല് മേടിക്കാം. മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് നേരെ ആർക്ക് കിട്ടും? സർക്കാരിലേക്ക് കിട്ടും. നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നിന്നാണ് ഇത്. സോ ഇറ്റ് ഈസ് ഇന്റേണൽ ബോറോയിങ്. അതുപോലെ ബോറോയിങ് ഫ്രം RBI, അതായത് നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗവൺമെന്റ് കടമെടുക്കാറുണ്ട്. അടുത്ത സ്മോൾ സേവിങ്സ്, നമ്മൾ ഇടുന്ന പ്രൊവിഡന്റ് ഫണ്ട് ഇല്ലേ, അതായത് നമ്മുടെ പൊതുജനങ്ങൾ സർക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു, സേവിങ്സുകൾ കൊടുക്കാറുണ്ട്. സർക്കാരിലേക്ക് നമ്മൾ പണം സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രൊവിഡന്റ് ഫണ്ടുകളിൽ നിന്ന് വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇന്റേണലി ഗവൺമെന്റ് ഫണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്റേണൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കിയേ. മാർക്കറ്റ് ലോണ്, ബോറോയിങ് ഫ്രം RBI, സ്മോൾ സേവിങ്സ്, പ്രൊവിഡന്റ് ഫണ്ട്. അത് ഈ പോസ്റ്റ് ഓഫീസിലേക്കൊക്കെ നമ്മൾ സേവിങ്സ് കൊടുക്കാറുണ്ട് അല്ലേ? ആളുകൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീമിൽ പൈസ ഇടാറുണ്ട്. അപ്പം അത് സംബന്ധിച്ച് പോസ്റ്റ് ഓഫീസിൽ വരുന്ന സേവിങ്സ് സ്കീമിൽ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനുള്ളതാണ്. അപ്പൊ ഒരു ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കും ഇടുന്നത്. അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യും. എന്നിട്ട് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് പൊതുജനങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കും. സോ ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഇന്റർണൽ ബോറോയിങ് നടത്തുന്നത്. ഇനി എക്സ്റ്റേണൽ ബോറോയിങ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വേൾഡ് ബാങ്ക്, IMF, ADB പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ലോൺ എടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ബൈലാറ്ററൽ ലോൺസ് എടുക്കാറുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് എടുക്കാറുണ്ട്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്, അത് വിദേശത്ത് നിന്ന് നമ്മളുടെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കടമെടുക്കാറുണ്ട്. ഇതെല്ലാം എന്താണ്, എക്സ്റ്റേണൽ ബോറോയിങ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ, പിന്നെന്താണ് ടാക്സേഷൻ, മറ്റൊന്ന് പബ്ലിക് ബോറോയിങ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെലവാക്കാൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പണം കടം വാങ്ങുന്നതാണ്, ബോറോയിങ്സ് ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്, ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. ക്ലിയർ? അപ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ 3 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫിസ്ക്കൽ പോളിസി ടൈപ്പുകളെ കുറിച്ച് പഠിക്കാം. 2 തരത്തിലുള്ള ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫിസ്ക്കൽ പോളിസി 2 സാഹചര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഒന്നാണ് എക്സ്പാൻഷനറി, മറ്റൊന്ന് കോൺട്രാക്ഷണറി. ഇങ്ങനെ 2 ഫിസ്ക്കൽ പോളിസിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് പറയാം. ഒന്നാമത്തത് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, എന്തോ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നത്. എന്തോ ഒന്നെന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഗവൺമെന്റ് മെഷേഴ്സ് ദാറ്റ് ഇൻക്രീസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദ എക്കണോമി ത്രൂ ഹയർ പബ്ലിക് സ്പെൻഡിങ് ഓർ റിഡക്ഷൻ ഇൻ ടാക്സസ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് എക്കണോമിക് സ്ലോ ഡൗൺ. സിമ്പിൾ ആണ്. അതായത് നമ്മളുടെ രാജ്യത്ത് എക്കണോമിക് സ്ലോ ഡൗൺ ആണ്, അതായത് നമ്മുടെ രാജ്യത്ത് വലിയ ഡിമാൻഡും സപ്ലൈ ഒന്നും നടക്കുന്നൊന്നുമില്ല, നമ്മൾ മൊത്തത്തിൽ ആകെ ഒന്ന് ബുദ്ധിമുട്ട് നിൽക്കുക നമ്മുടെ എക്കണോമി. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ എക്കണോമി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കണം, നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഡിമാൻഡ് വർദ്ധിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് എന്ത് ചെയ്യും, നേരെ ടാക്സ് അങ്ങ് കുറയ്ക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടാക്സ് അങ്ങ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ കയ്യിലുള്ള എന്ത് ചെയ്യുന്നത്, ഡിസ്പോസിബിൾ ഇൻകം കൂടും, നമ്മളുടെ കമ്പനീസിന്റെ കയ്യിലുള്ള ബിസിനസ് പ്രോഫിറ്റ് കൂടും. ഇല്ല, ടാക്സ് കുറച്ചടച്ചാൽ മതി സർക്കാരിലേക്ക്. അപ്പൊ ഇവരെന്ത് ചെയ്യും, കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ് എന്ത് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിസ്ക്കൽ പോളിസിക്ക് പറയുന്ന പേരാണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി.
അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് റിസഷൻസ്, നമ്മുടെ രാജ്യത്ത് റിസഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സ്ലോ ഡൗൺ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ, ഡിമാൻഡ് ഡെഫിഷ്യന്റ് കണ്ടീഷൻസ്, അതായത് നമ്മുടെ രാജ്യത്ത് ഡിമാൻഡ് കുറയുന്നു, സാധനങ്ങളുടെ സേവനങ്ങളുടെ ഡിമാൻഡ് കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുന്നത് പോസ്റ്റ് ക്രൈസിസ് റിക്കവറി ഫേസസ്. ദാറ്റ് മീൻസ് നമ്മുടെ COVID-19 ഒക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, COVID-19 വന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് പൈസ ഇല്ല, നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്തേ പറ്റൂ, ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, നേരെ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ചിട്ട് നമ്മുടെ എക്കണോമി അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നു. ക്ലിയർ? അതുപോലെ തന്നെ മറ്റൊന്നാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, അതായത് ടൈറ്റ് ആക്കുക. അതായത് ആകെ മൊത്തത്തിൽ ഒന്ന് പ്രശ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് എന്താ പറയാ, നമ്മുടെ രാജ്യത്ത് ഒരു ഇൻഫ്ലേഷനൊക്കെ നിൽക്കുന്ന സാഹചര്യം, പണപ്പെരുപ്പം നിൽക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക, സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയൊക്കെ നല്ല ഹൈയിൽ നിൽക്കുന്ന സാഹചര്യം. ഓക്കെ, അതായത് ഓവർ ഹീറ്റിംഗ് എക്കണോമി, നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് എക്സസ് ഡിമാൻഡ് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഉപയോഗിക്കുന്ന മെഷറാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. So it refers to government measures that aimed at reducing aggregated demand in the economy by cutting public expenditure or increasing taxes, especially during the periods of high inflation. ഹൈ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ സേവനങ്ങളുടെ വില കൂടി നിൽക്കുകയാണ്. അതായത് എത്ര വില കൊടുത്തും സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ റെഡിയായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ടാക്സ് അങ്ങ് കൂട്ടും. ഓക്കെ, ടാക്സ് ഇൻക്രീസ് ചെയ്യും. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആളുകളുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം കുറയും, അതായത് അവരുടെ സ്പെൻഡിങ് കുറയും, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ ഇൻഫ്ലേഷൻ നിൽക്കുന്ന സാഹചര്യം, ആ ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ആ ഇൻഫ്ലേഷൻ താഴേക്ക് പോവും. അതായത് നമ്മുടെ എക്കണോമിയെ നമുക്കൊന്ന് സ്റ്റേബിൾ ആക്കി നിർത്താൻ പറ്റും. ഓക്കെ, സോ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഡ്യൂറിങ് ഹൈ ഇൻഫ്ലേഷൻ നിൽക്കുന്ന സമയത്ത്, ഓവർ ഹീറ്റിംഗ് എക്കണോമി ഓവർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ബൂമിംഗ് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ, നമ്മുടെ ബിസിനസ് സൈക്കിള് ഒരു ബൂമിംഗ് സിറ്റുവേഷൻ നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് പോളിസി ഉപയോഗിക്കുന്നത്, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എങ്ങനെയാണ് ഒരു മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിഡക്ഷൻ ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുന്നു, ടാക്സ് കൂട്ടുന്നു, അതുപോലെ തന്നെ ലീഡ്സ് ടു ലോവർ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ദെയർ ബൈ റെഡ്യൂസിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് ടാക്സ് കൂട്ടുമ്പം തദ്വാര കൺസംഷൻ കുറയുന്നു, ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ഡിമാൻഡും കുറയുന്നു. അങ്ങനെ നമ്മളുടെ എക്കണോമിയെ നമുക്കൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി. ഓക്കെ, മറ്റൊന്നുകൂടിയുണ്ട്, ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി. It is also called a balanced fiscal policy, refers to government measures where the expenditure and revenue are kept roughly equal so that the policy neither stimulates nor restricts economic growth. അതായത് നമ്മളുടെ എക്സ്പെൻഡിച്ചറും റവന്യൂവും ഈക്വലി, അതായത് രണ്ടും എക്സ്പെൻഡിച്ചറും റവന്യൂവും ഈക്വലി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പോളിസിയാണ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഫിസ്ക്കൽ പോളിസിയെ കുറിച്ചാണ്. ഫിസ്ക്കൽ പോളിസിയുടെ കമ്പോണന്റുകൾ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഫിസ്ക്കൽ പോളിസി ഉള്ളത്, ഗവൺമെന്റ് എന്തിനാണ് ഫിസ്ക്കൽ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, അതുപോലെ പബ്ലിക് ബോറോയിങ്. ഇതെല്ലാം കൊണ്ട് ചേരുന്നതാണ് നമ്മളുടെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില നയങ്ങളൊക്കെ രൂപീകരിക്കും. ദാറ്റ് ഈസ് ഫിസ്ക്കൽ പോളിസി. ക്ലിയർ ആണ്? അപ്പം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, SSC, RRB എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക്സിന് വേണ്ടി മാത്രമുള്ള, എക്സ്ക്ലൂസീവ്ലി എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ എല്ലാ ടോപ്പിക്ക്, എക്കണോമിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ നമ്മുടെ ചാനൽ കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകാൻ തോന്നുന്നെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.